നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഓരോ ദിവസവും തൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ പകരുന്നു. ബലമില്ലാത്തവനെ ബലപ്പെടുത്തുവാനും ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തി അവനെ ശക്തീകരിച്ച് ദൈവീ ജീവന്റെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നാം ഓരോ ദിവസം അനുഭവിക്കുന്ന പലപ്പോഴും അത് കൃപയാണെന്ന് നാം തിരിച്ചറിയുന്നില്ല. നമ്മുടെ കഴിവാണെന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ സമയം നാം ആയിരിക്കുന്നത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല എന്ന് ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമുക്കും പറയാം, കർത്താവ് പകരുന്ന കൃപ എന്നെ ബലപ്പെടുത്തുവാനും എന്നെ ശക്തിപ്പെടുത്തുവാനും എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം മഹത്വം ദർശിപ്പാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിൽ എന്നെ ഒരുക്കിയെടുക്കുവാനൊക്കെ ഉപയോഗിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നതിനായി ജ്ഞാനം നൽകുന്നതിനായൊക്കെ ദൈവമേ ഞാൻ നന്ദി പറയുന്നു. നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നാം എല്ലാവരും മാറണം. കാരണം ഈ നാളുകളിൽ മനുഷ്യന് നന്ദിയില്ല. കാരണം ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്താൽ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ദൈവം നമ്മെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ചു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് നമ്മെ കണ്ടു. മാത്രമല്ല വിശുദ്ധ വിളിയാൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. നിലനിൽക്കുന്ന നിത്യരാജ്യത്തിൻ്റെ പ്രകാശനം ദൈവം നമുക്ക് നൽകി. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിച്ചു. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ ദൈവം നമ്മുടെ ഉള്ളത്തിൽ പകർന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും ദൈവം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അളവിലേക്ക് കാര്യങ്ങളെ ഗ്രഹിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28-29 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ തളർന്നിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ചോദ്യചിഹ്നമാണ്. നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലായോ? ശരിയാ, നമ്മൾ അറിഞ്ഞിരുന്നില്ല, നമ്മൾ കേട്ടിരുന്നില്ല. നമ്മൾ ജീവിതയാത്രയിലാണ് ഒരു ജീവനുള്ള ദൈവമുണ്ട് എന്ന് അറിയുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത്. കാരണം ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച്, പാരമ്പര്യങ്ങളനുസരിച്ച് വ്യർത്ഥമായ വിഗ്രഹാരാധനയിലും അല്ലെങ്കിൽ ജാതി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നടന്നിരുന്ന നമ്മളെ ഒരു ജീവനുള്ള ദൈവമുണ്ട്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ള നിരൂപണങ്ങൾ അത് നാശത്തിനുള്ളതല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നിത്യമായതാണ് എന്നൊക്കെ തിരിച്ചറിയുവാനായിട്ട് ദൈവവചനത്തിൻ്റെ കേൾവിയാണ് നമ്മെ സഹായിച്ചത്. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്, നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലായോ? ദൈവവചനം പറഞ്ഞ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പലപ്പോഴും നമ്മൾ പലരും കേൾക്കുന്നുണ്ട്, പക്ഷെ കേട്ടത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. എന്നാൽ ദൈവം കൃപ ചെയ്ത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ നമുക്ക് ഭാഗ്യം നൽകി. ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. കാരണം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഓരോ ഈ ഭൂമിയിലുള്ള ഓരോ സൃഷ്ടിയും ദൈവം മഹത്വമാണ് വിളിച്ചോതുന്നത്. ഓരോ ചെടിയിലും ഓരോ നാമ്പിലും പക്ഷിമൃഗാദികളിലൊക്കെ ദൈവത്തിൻ്റെ കരവിരുതും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ജ്ഞാനവും ഒക്കെ നമുക്ക് വെളിപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലായോ? യഹോവ നിത്യദൈവം. അപ്പോൾ നിത്യനായ ദൈവം അത് യഹോവയാണ്. യഹോവ എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെ ഉടയവൻ, സകല ചരാചരത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, യഹോവയായ ദൈവം. ആ ദൈവമാണ് സകലത്തെ സൃഷ്ടിച്ചത്. അല്ലാതെ ഒരു പൊട്ടിത്തെറി കൊണ്ട് ഭൂമി ഉണ്ടായതല്ല, കുരങ്ങനിൽ നിന്നല്ല മനുഷ്യനുണ്ടായത്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ദൈവം അത് സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വതന്ത്രരായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൻ്റെ കീഴിൽ. അതുകൊണ്ട് നമ്മൾ ആ ദൈവികമായിട്ടുള്ള ജ്ഞാനത്തിൽ നിറയുന്ന വ്യക്തിത്വങ്ങളായി തീരണമെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കണം, ദൈവത്തെ പിൻപറ്റണം. നമ്മളുടെ ബുദ്ധിയൊക്കെ ക്ഷീണിച്ചു പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം നമ്മളിൽ നിറച്ച് അത് നമ്മെ ബലമുള്ളവനാക്കി, ശക്തിയുള്ളവനാക്കി, ജീവനുള്ളവനാക്കി, ചൈതന്യമുള്ളവനാക്കി നമ്മെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയണം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മൾ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, വ്യസനിച്ചിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയിലായിരിക്കുമ്പോൾ, കഷ്ടതയിലായിരിക്കുമ്പോൾ, രോഗത്തിലായിരിക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ദൈവമുഖത്തേക്കാണ് നോക്കേണ്ടത്. അവിടെ നമ്മൾ ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത്, നമുക്ക് അവിടെ എന്താണോ ആവശ്യം
അത് ചെയ്തു തരുന്നവനാണ് ദൈവം. അവിടെ വഴി തുറക്കുന്നവനാണ്, ഹൃദയങ്ങൾ അനുകൂലമാക്കുന്നവനാണ്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കും, തനിക്ക് അനുകൂലമാക്കേണ്ടത് തിരിക്കുന്നവനാണ്. അപ്പോൾ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഞെരുക്കത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം നൽകി തരുന്നവനാണ്. ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോൾ ആ ഹൃദയ കാഠിന്യത്തെ മാറ്റുവാൻ തക്കവണ്ണം കൃപ പകരുന്നവനാണ്. അങ്ങനെ നിരവധി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയവും മാനസികവും ശാരീരികവും ഭൗതികവും ആ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. ഇതൊരു തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും ആളുകൾ ഇത് തിരിച്ചറിയുന്നില്ല. അങ്ങനെയൊക്കെ നടക്കുമോ? ഞാൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവെ, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, നിന്നിൽ ശരണം പ്രാപിക്കുവാൻ, നിന്നോട് ചേർന്ന് നടപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളാക്കി തീർക്കണം. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും മറക്കണം, ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം. ആവശ്യങ്ങളെ ദൈവകരം കൂടിയിരിക്കണം. വരവിൻ്റെ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.